ആത്മീയ സ്നേഹിതനാണ്. 16-17 വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട്. അച്ഛൻ തിരുവനന്തപുരത്ത് കാട്ടാക്കട മർത്തോമ മിഷൻ സെൻറ്ററിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് ഞാനിവിടെ തുടർച്ചയായി 3 വർഷം കൺവെൻഷൻ ചെയ്തു. ഒരു പ്രാവശ്യം അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛനെ കാണാൻ ഒരു അമ്മച്ചി കാത്തിരിക്കുന്നുണ്ട്, അവിടെ ഒന്ന് പോയി ഒന്ന് പ്രാർത്ഥിക്കണം. അച്ഛൻ്റെ ഓഡിയോ മെസ്സേജ് കേട്ടിട്ട്, അന്നൊരു കാസറ്റിലെ പ്രസംഗം കേട്ടിട്ട് ആവേശം കൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കണം. ആ അമ്മച്ചി കുറെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ ചോദിച്ചത് എന്താ? ഭർത്താവ് മരിച്ചുപോയി, ഒത്തിരി സ്നേഹമുള്ള വിദ്യാസമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു, മരിച്ചുപോയി. മകള് ഒരന്യമതസ്ഥനെ വിവാഹം കഴിച്ച് നാടുവിട്ടു പോയി, എവിടെയാണെന്ന് അറിയില്ല. പോയതിനു ശേഷം തിരിച്ചു വന്നിട്ടില്ല. അമ്മയുമായി ടെലഫോണിൽ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അവളും വലിയ വിദ്യാഭ്യാസമുള്ള കുട്ടിയായിരുന്നു. മകന് PG അതിലപ്പുറം പഠിച്ചിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിരാക്ഷസനായ ഒരു കുഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പോഴവന് ബുദ്ധിസ്ഥിരതയിൽ നഷ്ടപ്പെട്ടു പോയി. അവൻ രാവിലെ വീട് വിട്ടിറങ്ങിയാൽ വൈകുന്നേരം വരെ അലഞ്ഞു നടക്കും. ഈ അമ്മ ഒരു ഒറ്റ മുറിയിലാണ് താമസം. അത് വാടക വീടാണ്, വാടക മറ്റാരുമാണ് കൊടുക്കുന്നത്. അതിനിടയിൽ പക്ഷാഘാതം വന്ന് വലതുവശം തളർന്നുപോയി. ഒരു കുടിസ് മുറിയിലാണ് ഈ അമ്മ താമസിക്കുന്നത്. ഈ അമ്മയാണ് അച്ഛനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ ഒരുപാട് രൂപപ്പെടുത്തലുകൾ നടത്തി. ഈ അമ്മയെ എങ്ങനെ ആശ്വസിപ്പിക്കും, ഏതെല്ലാം വാക്കുകൾ അവരോട് പറയും, ഒരുപാട് ചിന്തിച്ചു, ഒരുപാട് കൂട്ടി, ഒരുപാട് കിഴിച്ചു. എന്നിട്ട് അവിടെ ചെല്ലുകയാണ്. വാതിലിൽ അച്ഛൻ 3 പ്രാവശ്യം മുട്ടിയപ്പോൾ അകത്തു നിന്ന് ആ അമ്മച്ചി വിളിച്ചു പറഞ്ഞു, എൻ്റെ ഷാജി അച്ഛനാണ് വന്നിട്ടുള്ളത്, മുട്ടിൻ്റെ താളം കൊണ്ടറിയാം, വാതിൽ തുറന്നോളൂ. ഞങ്ങൾ അകത്ത് പ്രവേശിച്ചു. ദൈവമക്കളെ, ഞാൻ ആ മുറിക്കകത്ത് കയറിയപ്പോൾ എൻ്റെ മൂക്കിലൂടെ കയറിയ ദുർഗന്ധം അത് അത്ര അസഹ്യമായിരുന്നു. അമ്മച്ചി പറഞ്ഞു, ഷാജി അച്ഛന് ഈ മണമൊക്കെ സഹിക്കാൻ പറ്റും, കാരണം ഇവിടെ മിക്കവാറും ദിവസങ്ങൾ വരുന്നയാളാണ്. പക്ഷെ പൗലൂസ് അച്ഛൻ അത് കഴിഞ്ഞെന്ന് വരില്ല, ആ ജനാലയൊക്കെ ഒന്ന് തുറക്കച്ച. അച്ഛൻ ജനാലകൾ തുറന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ആശ്വാസം ഉണ്ടായി. ഈ അമ്മച്ചി ഒറ്റയ്ക്കാണ് ആ മുറിയിൽ. ഒരു വശം തളർന്നു പോയതാണ്. അയലത്തെ വീട്ടിലെ കുട്ടി ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കും രാവിലെ. 20 ലിറ്റർ വെള്ളം ഒരു ദിവസത്തെ മൊത്തം ആവശ്യത്തിന്, ആഹാരത്തിനും പാചകത്തിനും ശൗച്യത്തിനും എല്ലാം. മുറിയുടെ മൂലയ്ക്കുള്ള ടോയ്ലറ്റുണ്ട്. ഈ നിരങ്ങിയാണ് അമ്മച്ചിയുടെ സഞ്ചാരം. ഇടത് കൈ കൊണ്ട് ഒരു കലത്തിൽ വെള്ളം കോരി സ്റ്റൗ ആ കൈ കൊണ്ട് തന്നെ കത്തിച്ചതിന് മുകളിൽ വെച്ച്, ഇടത് കൈ കൊണ്ട് വാരിയ അതിനകത്ത് കഴുകാതെ അരിയിട്ട് അത് വെന്ത് അതിൻ്റെ വെള്ളം വറ്റിക്കഴിയുമ്പോൾ ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കും, ഇല്ലെങ്കിൽ അല്ലാതെ ഇടത് കൈ കൊണ്ട് വാരി തിന്നും. ആ പാത്രം കഴുകി വയ്ക്കും. ദിവസത്തിൽ ഒരു നേരം കഴിക്കൂ. വർഷങ്ങളായി ഇങ്ങനെ താമസിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരാൾക്ക് ചിരിക്കാൻ കഴിയുമോ? ഇങ്ങനെയുള്ള ഒരാൾക്ക് പാട്ടുപാടാൻ കഴിയുമോ? ഇങ്ങനെയുള്ള ഒരാൾക്ക് ആഹ്ലാദം പ്രകടിപ്പിക്കാൻ കഴിയുമോ? എന്നാൽ ഞാൻ കണ്ടത് സൂര്യൻ ഉദിച്ചതുപോലെ ചിരിക്കുന്ന ഒരമ്മയെയാണ്. അവർ ആനന്ദത്തോടെ പാടുകയായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഈ അമ്മയോട് പറയാൻ വന്ന വാക്കുകളെല്ലാം മറന്നുപോയി. ഞാൻ അവരോടല്ല, അവരെന്നോടാണ് പറയേണ്ടതെന്ന് എൻ്റെ ഉള്ളം ത്രസിച്ചു. കാരണം ഒരുപാട് പാഠങ്ങൾ അവരെന്നെ പഠിപ്പിച്ചു. ആ അമ്മ ആനന്ദത്തോടെ ഇരുന്ന് പാട്ട് പാടുകയാണ്. അച്ഛൻ പറഞ്ഞു, മനോഹരമായ പാട്ടുകൾ എഴുതും, തന്നെത്താൻ ട്യൂൺ ചെയ്യും, തന്നെത്താൻ പാടും. ഇതാണ് അമ്മച്ചിയുടെ ജോലി. ഇടത്തെ കൈ കൊണ്ടാണ് എഴുത്ത്. തലയിണക്കിൽ നിന്ന് 10-40 പാട്ടുകൾ അമ്മച്ചി എഴുതിയത് മനോഹരമായ ലിറിക്സ് എടുത്തെൻ്റെ കയ്യിൽ തന്നു. ദൈവമക്കളെ, ഈ അമ്മ ചില പാട്ടുകൾ എന്നെ പാടി കേൾപ്പിച്ചു. എനിക്ക് അങ്ങോട്ടൊരക്ഷരം പോലും പറയാനിട വന്നില്ല. അപ്പം ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഞാൻ ഈ കാണുന്നത് സത്യമാണോ? അമ്മ ചിരിക്കുകയാണോ അതോ ചിരിക്കുന്നത് പോലെ അഭിനയിക്കുകയാണോ? ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കും? അപ്പോൾ ഈ അമ്മ പറഞ്ഞു, അച്ഛനറിയുമോ, എൻ്റെ അമ്മ ഞാനൊരു കൈക്കുഞ്ഞായിരിക്കുന്ന കാലം മുതൽ എൻ്റെ ഉള്ളിൽ തന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല. അനർത്ഥങ്ങളുടെ പരമ്പര ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും എൻ്റെ പ്രിയൻ എൻ്റെ കൂടെയുണ്ട്, അവൻ എനിക്ക് മതിയായവൻ. അച്ഛനറിയുമോ, രാവും പകലും എൻ്റെ ഉള്ളിൽ കത്തുന്ന അനുഭവമാണ് എൻ്റെ ക്രിസ്തു. അവന് വേണ്ടി എഴുതുക, അവന് വേണ്ടി പാടുക, അവനെ ആരാധിക്കുക, ഇതാണ് എൻ്റെ ജീവിതം. വർഷങ്ങളായി ഒരു മുറിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിട്ട് ആ സ്ത്രീ ചിരിക്കാൻ മറന്നുപോയില്ല. വീട്ടിൽ എല്ലാവരുടെ കൂടെ താമസിച്ചിട്ട് ചിരിക്കാൻ മറന്നുപോയ ഒരുപാട് മുഖങ്ങളെ ഞാനിവിടെ കണ്ടെടുക്കുന്നുണ്ട്. ആ അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? അപ്പോൾ അമ്മ പറഞ്ഞു, എന്നെ പാളയിൽ കിടത്തി കുളിപ്പിക്കുന്ന കാലത്ത് എൻ്റെ അമ്മ മൂളിപ്പാട്ട് പാടുമായിരുന്നു.
പിന്നെ മടിയിലെടുത്ത് വെച്ച് പാടുമായിരുന്നു. അമ്മയെന്ന് പാടിപ്പാടി എൻ്റെ മനസ്സിൽ പതിഞ്ഞ വരികളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ. ആ അമ്മ ആ പാട്ട് പാടിയത് അവളുടെ ഹൃദയം കൊണ്ടാണ്, നാവ് കൊണ്ടല്ല. നിങ്ങൾ ഈ പാട്ട് പാടുന്നത് നിങ്ങളുടെ നാവ് കൊണ്ടാണ്, ഹൃദയം കൊണ്ടല്ല. വിശ്വാസം ഒരു കോൺഫിഡൻസ് ആണ്. ഹല്ലേലൂയ. ഇത് പരിശീലിക്കണം, ഇത് മക്കളെ പരിശീലിപ്പിക്കണം, പേരന്റിങ്. അതുപോലെ വിശുദ്ധ ജീവിതത്തിൽ മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായിരിക്കണം. ഇസ്രായേൽ മക്കൾ പെസഹായുടെ നാളിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ നടത്തുമ്പോൾ ആ വീട്ടിലെ മൂത്ത കുട്ടി ചോദിക്കും, ഇവിടെ എന്താ പതിവില്ലാത്ത ഒരു ആരാധന? ആ വീട്ടിലെ ഇളയ കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ചിട്ട് ആ വീട്ടിൻ്റെ കുടുംബ പിതാവ് പറഞ്ഞു തുടങ്ങും, കുഞ്ഞെ, നമ്മുടെ പൂർവിക പിതാക്കന്മാർ മിസ്രയീമിൽ അടിമകളായിരുന്നു. അടിമ വീട്ടിൽ പീഡയേറ്റ് പിടഞ്ഞ നമ്മുടെ പൂർവികരെ വിടുവിപ്പാൻ അവരുടെ കണ്ണുനീർ കണ്ട് കരളലിഞ്ഞ കർത്താവ് ഹോറൈബ് മലയിൽ ഇറങ്ങി ഇടപെട്ടിട്ട് അവിടെ വെച്ചൊരു കുഞ്ഞാടിൻ്റെ കുരളെറുക്കപ്പെട്ട ചോരയാൽ മുദ്രയിടപ്പെട്ടിട്ട് തൻ്റെ ജനത്തെ വിടുവിച്ച് കനാനിലേക്ക് വഴി നടത്തി. അവിടെ ഒരു കുഞ്ഞിൻ്റെ ആത്മീയ വിദ്യാഭ്യാസം തുടങ്ങുകയാണ്. ഹല്ലേലൂയ. ആ കഥ പറച്ചിൽ ഒരു കൊല്ലം കൊണ്ട് പൂർത്തിയാകുമ്പോൾ അവൻ്റെ സിരകളിൽ കുത്തിവെക്കും, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് വിടുതൽ നൽകുന്ന ദൈവമാണെന്ന സത്യം. ആമേൻ. മരണം വരെ അവൻ ആ കർത്താവിനെ വിട്ടുപോകയില്ല. അവിടെ മക്കളെ പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കണം, പരിശീലിപ്പിക്കേണ്ടതുപോലെ പരിശീലിപ്പിക്കണം. ആരാധന എന്ന് പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്നത് നാം മക്കളുടെ ജീവിതത്തിൽ കുത്തിവെച്ചുണ്ടാക്കാൻ പറ്റില്ല. അതവർ ജീവിതത്തിൽ കണ്ടും കേട്ടും പഠിക്കേണ്ടതാണ്. ദൈവമക്കളെ, അതുപോലെ മക്കൾ വളരുമ്പോൾ കൃത്യമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം. 5 വയസ്സുള്ള കുഞ്ഞിന് കൊടുക്കേണ്ട ട്രീറ്റ്മെൻ്റ് അല്ല 10 വയസ്സുള്ള കുഞ്ഞിന് കൊടുക്കേണ്ടത്. 5 വയസ്സുള്ള കുഞ്ഞിന് കൊടുക്കുന്ന പരിഗണനയല്ല 10 വയസ്സുള്ള കുഞ്ഞിന് കൊടുക്കേണ്ടത്. 15 വയസ്സാകുമ്പോൾ വീണ്ടും വ്യത്യാസം വരും. ഒരു പെൺകുട്ടി മെച്യൂറാവുമ്പോൾ അതിൻ്റെ ശാരീരിക നില മാറുന്നത് പോലെ മാനസിക നിലയും മാറുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ആ കുഞ്ഞിനോടുള്ള പെരുമാറ്റ രീതിയിൽ കുറേ വ്യത്യാസങ്ങൾ വരേണ്ടതുണ്ട്. ഒരാൺകുട്ടിയുടെ ശരീരനില മാറുമ്പോൾ, അവൻ മെച്യൂറാകുമ്പോൾ അവൻ്റെ മനോനിലയും മാറുന്നുണ്ട്. അതിനനുസരിച്ച് അപ്പൻ അവനോടുള്ള പെരുമാറ്റത്തിൽ ആ കുഞ്ഞ് വളർന്നു എന്ന ബോധത്തോടെ ചില ഇടപെടലുകൾ നടത്തണം. അവൾ വളർന്നു എന്ന ബോധത്തോടെ ചില ഇടപെടലുകൾ നടത്തണം. പരിധിക്കപ്പുറമുള്ള ശാസനയും പരിധിക്കപ്പുറമുള്ള ശിക്ഷണവും അപകടമാണ്. ചിലർ മക്കളെ കൂട്ടിലിട്ട് വളർത്തും, ഇടത്തോട്ടും വലത്തോട്ടും തിരിയാൻ അനുവദിക്കുകയില്ല. യാതൊരു ജോലിയും അവരെ കൊണ്ട് ചെയ്യിക്കത്തില്ല, ഒരു റെസ്പോൺസിബിലിറ്റിയും അവരെ എടുപ്പിക്കത്തില്ല. എല്ലാം അവർ തന്നെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കും. എന്ത് സംഭവിക്കും? നാളെ ജീവിതത്തിൽ ഒറ്റയ്ക്കൊരു റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ട സാഹചര്യം വന്നാൽ ഈ കുഞ്ഞുങ്ങൾ ബോധം കെട്ടു വീഴും. അവർ വളരുന്നതിനനുസരിച്ച് അവർ ചെയ്യേണ്ട കാര്യം അവരെ കൊണ്ട് കൃത്യമായി ചെയ്യിപ്പിച്ചിരിക്കണം. ആമേൻ. പിന്നെ മാതാപിതാക്കൾക്ക് നിശ്ചിത പരിധിക്കപ്പുറം പ്രായമായാൽ, മക്കൾ വിവാഹം കഴിച്ചാൽ, പിന്നെ അവരെ വരച്ച വരയിൽ നിർത്തുന്ന സ്വഭാവമുണ്ട് ചില കാരണവന്മാർക്ക്. കല്യാണം കഴിച്ചാലെങ്കിലും അവർ ആണും പെണ്ണുമായി ഒരുമിച്ച് ചേർന്നൊരു കുടുംബമുണ്ടായി എന്നറിഞ്ഞാൽ അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കാൻ വിടാൻ പാടില്ലേ? ഇല്ല. പിന്നെയും എവിടെയെങ്കിലും പോകണമെങ്കിൽ വണ്ടിക്കൂലി അപ്പനോട് ചോദിക്കണം. തിരിച്ചു വരുമ്പോൾ ഭാര്യയുടെ മുമ്പിൽ വെച്ച കൃത്യമായിട്ട് കണക്ക് ചോദിക്കും. തലമുടി താനയുടെ കയറി അവൻ 2 രൂപയ്ക്ക് മുട്ടായി മേടിച്ചെങ്കിൽ അവനെ ചീത്ത വിളിക്കും. ഇത് അവൻ്റെ ഭാര്യ കേട്ടുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, ഇങ്ങനെ ചെയ്യുന്ന പേരൻസ് ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പന്മാരും ഉണ്ട്, അമ്മമാരും ഉണ്ട്. ചില അമ്മമാർ ആ മക്കൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ പിന്നെ ഇടം വലം തിരിയാൻ അവനെ അനുവദിക്കില്ല. ഭാര്യയുടെ ഇഷ്ടത്തിന് അവൻ തുള്ളൂന്നാണ് പിന്നെ പറയണത്. പിന്നെ ആരുടെ ഇഷ്ടത്തിനാണ് തുള്ളണ്ടേ? നിങ്ങളുടെ വിരലയിലിട്ട് നിങ്ങളുടെ കെട്ടിയോനെ നിങ്ങൾ വട്ടം കറക്കിയില്ലേ, നീളവും കറക്കിയില്ലേ? എന്നാൽ പിന്നെ അവളുടെ വിരലേ കിടന്ന് അവൻ കുറച്ച് നാൾ കറങ്ങട്ടെ നിങ്ങൾ വെക്കണ്ടേ? വിട്ടുകൊടുക്കൂല. മോനെ അങ്ങ് വട്ടം പിടിച്ചുകൊണ്ടിരിക്കും. ഒരു പെങ്കൊച്ച് കയറി അവൾ ജനിച്ച വീടും അവളുടെ എല്ലാം വിട്ടേച്ച് ഈ വീട്ടിൽ ജീവിക്കാൻ വന്നതാ. അവളെ ഒന്നിലോട്ട് തൊടിക്കത്തൂല്ല, ഭർത്താവിൻ്റെ അടുത്ത് മിണ്ടാനും സമ്മതിക്കില്ല. ഇതിനകത്ത് ഇരിപ്പുണ്ട് നല്ല 1-ാം തരം മുതലുകൾ. എന്ത് പരിശീലനമാണിത്? മക്കൾക്ക് പ്രായമായെങ്കിൽ, പെണ്ണ് കെട്ടിക്കാൻ പ്രായമായെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള പ്രായമായിട്ടുണ്ട്. അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടണം. എന്ന് വെച്ചാൽ കെട്ടഴിച്ച് നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോളാൻ പറയുമല്ല. ആവശ്യത്തിനൊക്കെ നിയന്ത്രണം വേണം, ആവശ്യത്തിനപ്പുറം നിയന്ത്രണം വേണ്ട. 97 വയസ്സായ ഒരപ്പച്ചൻ്റെ മക്കൾ കല്യാണം കഴിച്ചു, മക്കളുടെ മക്കൾ കല്യാണം കഴിച്ചു, അവരുടെ മക്കളുടെ കല്യാണവും കഴിഞ്ഞു. 97 വയസ്സായ കാർന്നവർ ഇപ്പോഴും കുടുംബസ്വത്ത് പങ്കിട്ട് കൊടുത്തിട്ടില്ല.
മക്കളായി, മക്കളുടെ മക്കളായി, അവരുടെ മക്കളായി. ഈ കാർന്നോർ ഇതുവരെ കുടുംബസ്വത്ത് പങ്കിട്ട് കൊടുത്തിട്ടില്ല. സർവാധികാരിയായിരുന്നു വാഴുകയാണ്. ആ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും? ഒരു കാർന്നോർ ചെയ്ത് പണി കേൾക്കണോ? മകൻ്റെ പേരിൽ ഒന്നും കൊടുത്തില്ല. മകൻ്റെ പേരിലുള്ള കുടുംബസ്വത്ത് എഴുതി വെച്ചു. തൻ്റെ പേരിലുള്ള മുഴുവൻ സ്വത്തും എൻ്റെ മകൻ ഇന്നാരുടെ പേർക്ക് ഞാൻ എഴുതി വയ്ക്കുന്നു, അവൻ്റെ കാലശേഷം അത് എന്നിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഇങ്ങനത്തെ മുതലുകളാണ്. പേരൻറ്റിങ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സ്കൂളിലെ ആനിവേഴ്സറി ഡേയിൽ എല്ലാവരും സ്കൂൾ വിട്ട് പോയി കഴിഞ്ഞിട്ടും അവൻ പോയിരുന്നില്ല. മദ്യപിച്ച് ലക്ക് കെട്ട് ഛർദ്ദിച്ച് അതിൽ കിടന്ന് ഉരുളുകയായിരുന്നു. സ്കൂൾ അടയ്ക്കാൻ പോയപ്പോൾ പിയൂണാണിത് കണ്ടത്. അദ്ദേഹം ഓടി വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ, ഇങ്ങനൊരു കുട്ടിയെ കണ്ടു, ആകെ പ്രയാസത്തിലാണ്. അവനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് അവൻ്റെ തലയിൽ കുറേ വെള്ളമൊഴിച്ച് തലയിൽ ഒരു പിടി ഉപ്പിട്ട് തിരുമി. അപ്പോൾ ആരോ പറഞ്ഞു കുറച്ച് തൈരും കൂടെ ഇട്ട് തിരുമിയാൽ പെട്ടെന്ന് കെട്ടിറങ്ങുമെന്ന്. ഇതെല്ലാം കൂടെ ചെയ്ത് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊച്ചൊരുവിധം നോർമലായി. ചോദിച്ചപ്പോൾ വലിയ വീട്ടിലെ കുഞ്ഞാണ്, ഏക സന്താനമാണ്. ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, മോനെ, നീ എങ്ങനെയാടാ ഈ പ്രായത്തിൽ മദ്യപാനം പഠിച്ചത്? എന്നാ നീ ആദ്യമായിട്ട് മദ്യപിച്ചത്? അവൻ പറഞ്ഞു, എനിക്ക് 12 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മയാണ് ആദ്യത്തെ പെഗ് എനിക്ക് തന്നത്. എന്തായിരുന്നു മോനെ അതിൻ്റെ പശ്ചാത്തലം? ഞാൻ ഒരു 2ാം ശനിയാഴ്ച വൈകിയാണ് എഴുന്നേറ്റത്. ഞാൻ മോളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഡാഡിയും മമ്മിയും കൂടെ ഇരുന്ന് കള്ളു കുടിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, പപ്പായ്ക്ക് ഇത് പതിവാ, മമ്മി എങ്ങനെയാണ് ഇത് ശീലിച്ചത് എന്ന് ചോദിച്ചപ്പോൾ, മോനെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം മോൻ അറിയാമോ? എന്നതാ? ഇന്ന് ഡാഡിയുടെ മമ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാ. അതുകൊണ്ട് മോൻ വാ, ഞങ്ങളുടെ കൂടെ ഒന്ന് എൻജോയ് ചെയ്യുക. ആദ്യത്തെ പെഗ് വെറും വയറ്റിൽ അമ്മയാണ് ഒഴിച്ചു കൊടുത്തത്. അതിൻ്റെ രുചി അറിഞ്ഞു. അല്പനേരം കഴിഞ്ഞതിൻ്റെ ലഹരിയും അറിഞ്ഞു. അവന് മനസ്സിലായി ഇത് കൊള്ളാം. പിന്നെ അവൻ അടിച്ചു മാറ്റാൻ തുടങ്ങി, അനുവാദം കൂടാതെ. ഇപ്പം ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ പറ്റി? അവൻ പറഞ്ഞു, ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ പോകുമെന്ന് കള്ളം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോകുന്നത്. കുറച്ച് പൈസയും വീട്ടിൽ നിന്ന് അടിച്ചെടുത്തുകൊണ്ടാണ് പോകുന്നത്. കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവരൊക്കെ കുറച്ച് കഴിച്ചേച്ച് പോയി, ബാക്കി മൊത്തം വെള്ളം ഒഴിക്കാതെ കുടിച്ചു. പിന്നെ എണീറ്റ് പോകാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. ഞാനിവിടെ പെട്ടുപോയതാണ് അച്ഛ. വലിയ വീട്ടിലെ കുഞ്ഞാ, ഏക സന്താനമാണ്. പരിശീലനം വീട്ടിൽ നിന്നാണ് കിട്ടുന്നത്. ആമേൻ. ഓർക്കണം, വീട് ദൈവാലയം പോലെ പരിപാവനമാണ്. അതിനെ മദ്യശാലയാക്കരുത്. ദൈവമക്കളെ, നിങ്ങളുടെ വീട്ടിൽ കർത്താവിനൊരു അല്പം സ്ഥലമുണ്ടോ? എല്ലാവർക്കും സ്വന്തമായി മുറികളില്ലേ? അതിനകത്ത് ഒരുപാട് സൗകര്യങ്ങളില്ലേ? നിങ്ങൾ മക്കൾക്ക് എന്ത് മാതൃക കൊടുക്കുന്നു? വീട്ടിൽ എവിടെ നിന്നാണ് അവർ ദൈവത്തെ വിളിക്കേണ്ടത്? ഹൃദയത്തിൽ ദൈവത്തിന് ഇടമുണ്ടെങ്കിൽ ഈ നിങ്ങൾ താമസിക്കുന്ന വീട്ടിലും ദൈവത്തിന് ഇടമുണ്ടാകും. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവമുഖത്തേക്ക് നോക്കാൻ ഒരു മനസ്സുണ്ടാകണം. അത് പരിശീലനമായി മാറണം. പ്രാർത്ഥന മക്കളെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടാകണം. മാതാപിതാക്കളോട് പെരുമാറുന്നതിലും മാതൃകാപരമായി വർത്തിക്കണം. അവർക്ക് പ്രായമുള്ളപ്പോൾ അവരെ ബഹുമാനിച്ച് അവരെ ആദരിച്ച് ഒരു കുട്ടിയെ നോക്കുന്നത് പോലെ ഉത്തരവാദിത്വത്തോടെ പ്രായമുള്ള മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം, സംരക്ഷിക്കണം, കരുതണം. അവർക്ക് വാരി തിന്നാൻ കഴിയാതെ വന്നാൽ വളരെ ശുദ്ധിയോടെ അവർക്ക് ആഹാരമുണ്ടാക്കി അവരുടെ രുചി അനുസരിച്ച് വാരിക്കൊടുക്കണം. അവർക്ക് സ്വന്തമായി വാഷ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ അവരെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ച് തലമുടി ചീക്കി കൊടുത്ത് ഒരു ചുംബനം കൂടെ കൊടുത്ത് ഇരിക്കുന്നുവെങ്കിൽ ഇരുത്തണം, കിടക്കുന്നുവെങ്കിൽ കിടത്തണം. ഇത് കൊച്ചുമക്കൾ കണ്ടുപഠിച്ചാൽ അവർ പഠിക്കും. എൻ്റെ പേരൻസിന് പ്രായമാകുമ്പോൾ ഞാൻ ഇതാണ്. മനസ്സിലായില്ല? മറിച്ചായാലോ വിതച്ചത് കൊയ്യും. കൊയ്യാതിരിക്കാൻ പറ്റില്ല. ഒരു വീട്ടിലൊരു വലിയപ്പച്ചൻ പ്രായമായി, ആ മനുഷ്യൻ വലിയ പ്രതാപിയായിരുന്നു. പക്ഷെ പല്ലു കൊഴിഞ്ഞ സിംഹത്തിന് എന്ത് വില? അടുക്കളയുടെ അപ്പുറത്തൊരു ഒറ്റമുറിയുണ്ട്, അതിനകത്ത് ഈ അപ്പച്ചനെ അടച്ചിട്ടിരിക്കുക. അത് തുറക്കുന്ന ദിവസത്തിൽ 2 നേരമാണ്. രാവിലെ എല്ലാവരും കഴിച്ചു കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂടി ഒരു പ്ലേറ്റിലിട്ട് ഈ വാതിൽ തുറന്ന് അകത്തേക്ക് തള്ളും. അമ്മയുടെ കൂടെ നടന്ന് കാണുക കൊച്ച്. വൈകുന്നേരം ആവുമ്പോൾ ഈ എല്ലാവരും കഴിച്ചതിൻ്റെ ബാക്കി എല്ലാം കൂടി ഇതിനകത്തിട്ട് വാതിൽ തുറന്ന് ഈ പ്ലേറ്റ് അകത്തേക്ക് തള്ളുമ്പോൾ മറ്റേ പ്ലേറ്റ് ഇങ്ങെടുക്കും. ചിലപ്പോഴത് കഴുകാറൊന്നുമില്ല, അല്ലെങ്കിൽ വെള്ളം ഒന്ന് കാണിച്ച് ചുറ്റിച്ച് അവിടെ വയ്ക്കും. ഇതിനകത്ത് ആരാ അമ്മേ? അത് നിൻ്റെ അപ്പൻ്റെ അപ്പനാ.
ആ കാർന്നോരെ ഭയങ്കര പ്രതാപിയായിരുന്നു, ഭയങ്കര കുഴപ്പക്കാരനായിരുന്നു. ഞങ്ങളെയൊക്കെ അടക്കി ഭരിച്ചതാ. അവിടെ കിടക്കട്ടെ. ദൈവമക്കളെ, കാലങ്ങളോളം ഇത് കഴിഞ്ഞു. ഒരു ദിവസം വാതിൽ തുറന്ന് നോക്കുമ്പോൾ തലേദിവസം വൈകിട്ട് വെച്ച ആഹാരം അനങ്ങാതിരിക്കുക, ഉറുമ്പ് കയറിയിട്ടുണ്ട്. അവൾ തള്ളി തുറന്ന് നോക്കുമ്പോൾ കൊച്ചൊപ്പമുണ്ട്, മരിച്ചു കിടക്കുകയാണ്. ഉടനെ ഭർത്താവിനെ വിളിച്ചു വരുത്തി അവരപ്പനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തു, സ്വീകരണ മുറിയിലേക്ക് കയറ്റിക്കിടത്തി. അവർ നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിച്ചു. നാട്ടുകാരെല്ലാവരും വന്നു. വലിയ തറവാടികളും പാരമ്പര്യമുള്ളവരായതുകൊണ്ട് പള്ളിയിൽ അച്ഛന്മാരും മെത്രാച്ചന്മാരും ഒക്കെ വന്നു. ആർഭാടപൂർണമായ അടക്ക് നടന്നു. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഈ 7 വയസ്സുള്ള കൊച്ച് ഓടിപ്പോയി ഈ 2 പ്ലേറ്റും എടുത്തു കൊണ്ടുപോയി ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചു. ഇത് കണ്ടു നിന്നൊരാൾ ചോദിച്ചു, എന്തിനാണ് ഈ പാത്രം എടുത്തുകൊണ്ട് ഒളിച്ചു വെക്കുന്നത്? ഇതേ ആവശ്യം വരും. എൻ്റെ പപ്പയ്ക്ക് പ്രായമാവുമ്പോൾ, മമ്മിക്ക് പ്രായമാവുമ്പോൾ ഈ പാത്രം പരിശീലനം അതാണ്. ഒരിക്കലൊരു സഹോദരി, സാധാരണ യോഗത്തിനൊക്കെ എപ്പോഴും വന്ന് ഞാൻ കാണാറുള്ള, യോഗത്തിനൊക്കെ വന്ന വളരെ പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സഹോദരി കുറേ നാൾ യോഗത്തിനൊന്നും വന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു, സഹോദരി ഇപ്പോൾ കാണുന്നില്ലല്ലോ, എവിടെയാ, എന്താ പ്രശ്നം? അപ്പോൾ ഈ സഹോദരി എന്നോടൊരു ഡയലോഗ് പറഞ്ഞു, എൻ്റെ അച്ഛാ ഒരു നശിച്ച തള്ള വീട്ടിലുണ്ട്. എൻ്റെ കെട്ടിയോൻ്റെ അമ്മയാ. ഈ തള്ള കിടന്ന കിടപ്പാച്ച, അത് കാരണം എൻ്റെ ആത്മീയ ജീവിതം മൊത്തം പോയി. എനിക്ക് കുറേ നേരം ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. അവളുടെ കിടപ്പ് രോഗിയായ അമ്മയെ ശപിച്ചു കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, സഹോദരി നിർത്ത്, അക്ഷരം മിണ്ടരുത്. നീ പറഞ്ഞ വാക്ക് മാത്രം മതി നീ നരകത്തിൽ പോകാൻ. ദൈവാരാധന എന്ന് പറഞ്ഞാൽ എന്താന്നാ നിന്റെ വിചാരം? ഈ അമ്മയെ എങ്ങനെ ശപിച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കാൻ പോയാൽ, നീ വചനം വായിക്കാൻ പോയാൽ, വചനം കേൾക്കാൻ പോയാൽ, അതുകൊണ്ട് നീ ഉടലോടെ സ്വർഗത്തിൽ പോവുമോ? സഹോദരി, ഈ അമ്മയെ സമ്പൂർണ്ണ മനസ്സോടെ ശുശ്രൂഷിക്കുന്നതാണ് നിന്റെ ആരാധനയായി മാറേണ്ടത്. അപ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. അതിന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ ദൈവസന്നിധിയിൽ വിശുദ്ധ എന്ന് വിളിക്കപ്പെടും. ഞാൻ കുറേയധികം വഴക്ക് പറഞ്ഞു. എൻ്റെ ഒരു ശീലമാണത്. സ്നേഹമുള്ള ആളുകളോട് ഒത്തിരി വഴക്ക് പറയും. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ദൈവമക്കളെ, ആ സഹോദരിക്ക് അത് മനസ്സിലായി. അവൾ തെറ്റിതിരുത്തി. വീട്ടിൽ പോയി അമ്മച്ചിയെ പൊന്നുപോലെ നോക്കി, കുളിപ്പിച്ച് താരാട്ടുപാടി ഉറക്കി, കൂടെ കിടന്ന് കെട്ടിപ്പിടിച്ച് അമ്മയെ ചുംബനം കൊണ്ട് മൂടി, അമ്മയ്ക്ക് കഞ്ഞിയും ചോറും ഒക്കെ വാരിക്കൊടുത്ത് അമ്മയെ തൻ്റെ കുഞ്ഞിനെ നോക്കുന്നതിനേക്കാൾ മനോഹരമായി നോക്കി. പിന്നെ അവിടെ കാണാൻ ചെല്ലുന്ന ആളുകളോടൊക്കെ അമ്മ പറയും, എൻ്റെ ഈ പൊന്നുമോള് എനിക്ക് പിറക്കാതെ പോയ മോളാ, ഇന്ന് ഇവളെൻ്റെ മോളല്ല, ഇവളെൻ്റെ അമ്മയാ. എൻ്റെ അമ്മ പോലും എന്നെ ഇതുപോലെ നോക്കിയിട്ടില്ല. ഇവളെന്ത് നല്ല കുഞ്ഞാണെന്നറിയാമോ? 6 വർഷം കൂടെ ആ അമ്മ കട്ടിലേ കിടന്നു. 6 വർഷം കഴിഞ്ഞ് ആ അമ്മ മരിച്ച് അമ്മയെ അടക്കാൻ കൊണ്ടുപോയി സെമിത്തേരിയിൽ വെച്ചപ്പോൾ സെമിത്തേരിയിൽ നിന്ന് കേട്ട ഒരു നിലവിളി ഞാൻ ഒരിക്കലും മറക്കില്ല. എൻ്റെ ദൈവം മരിച്ചുപോയി, ഞാനിനി ആരെ ആരാധിക്കും? ഹല്ലേലൂയ. ആ സ്ത്രീ ഒരു വിശുദ്ധ സ്ത്രീയായി മാറി. വീട്ടിലൊരു പിതാവോ മാതാവോ രോഗിയായി കിടക്കുന്നെങ്കിൽ അവരോട് ഏറ്റവും സ്നേഹപൂർണമായ പെരുമാറ്റവും ശുശ്രൂഷയും കൊണ്ട് അവരെത്ര റോങ്ങായി പെരുമാറിയാലും സ്നേഹിച്ചവരെ തോൽപ്പിക്കാൻ കഴിയുന്നിടത്ത ക്രിസ്ത്യാനിയാകുന്നത്. ഹല്ലേലൂയ. മക്കളത് കണ്ടാണ് നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കുന്നത്. പെൺമക്കളത് കണ്ടാണ് അവരുടെ അമ്മാവിയമ്മമാരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കുന്നത്.